ഹലോ, ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യേണ്ട വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് പോച്ച്ഡ് എഗ്സ്. നല്ല സോസി ആയിട്ട് ചെറിയ പുളിപ്പും സ്പൈസിയുമായിട്ടുള്ള ഹെൽത്തി ഫുഡാണ് ഇത്. നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനുള്ളൊരു ബട്ടർ സോസ് പ്രിപ്പയർ ചെയ്യാം. ഈ സോസ് ഉണ്ടാക്കാൻ ഫസ്റ്റ് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് അത് മെൽറ്റ് ചെയ്യാൻ വെക്കാം. മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ജീരകപ്പൊടിയും ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെക്കണം, എന്നാൽ ഈ ബട്ടർ സോസ് നല്ലൊരു നട്ടി ഫ്ലേവർ കിട്ടും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. വെള്ളം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിടുക. ഒരു 1 ടേബിൾ സ്പൂൺ വിനീഗർ, വൈറ്റ് വിനീഗർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മുട്ട ഒരു സ്ട്രെയിനറിൽ ഇട്ടിട്ട് അതിൻ്റെ കുറച്ച് വെള്ളം ഉണ്ടാവും മുട്ടയിൽ, അപ്പോൾ അതൊന്ന് എടുക്കാം, റിമൂവ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ലെമൺ ജ്യൂസ് കുറച്ചൊന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. ഒരു ഹാഫ് ലെമണിൻ്റെ കുറച്ച് ലെമൺ ജ്യൂസ് സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ മുട്ട പതുക്കെ ഈ വെള്ളത്തിലേക്ക് പൊട്ടാതെ പതുക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് റണ്ണി എഗ്സാണ് വേണ്ടതെങ്കിൽ ഈ എഗ്സ് വൈറ്റ് ഫിലിം വരുമ്പോൾ തന്നെ എഗ്സ് എടുക്കണം. ഇനി കുറച്ച് സോളിഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചൊരു 2 മിനിറ്റ്സ് അതിലേക്ക് വെച്ച് ഒന്ന് ബോയിൽ ആകുമ്പോൾ എടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് ഈ പോച്ച്ഡ് എഗ്സ്. നമുക്കിതിനാവശ്യമുള്ള ഒരു ബേസാണ്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് യോഗേർട്ട് എടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും ആഡ് ചെയ്യാം. എന്നിട്ട് ഈ പ്രിപ്പയർ ചെയ്ത ബട്ടർ സോസ് ഇല്ലേ, അത് ഇതിലേക്ക് ഡ്രിസിൽ ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് പതുക്കെ ഈ മുട്ട ഇതൊന്ന് എടുത്തിട്ട് ഈ യോഗേർട്ടിൻ്റെ സോസിൽ വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് കുറച്ച് ഒലീവ് ഓയിൽ അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിന് ഹേർബ്സ് നമുക്ക് പലമാതിരി ഹേർബ്സ് യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മല്ലിച്ചപ്പാണ്. ഇത് ബ്രെഡിൻ്റെ കൂടെയാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുണ്ടാവുക. ടോസ്റ്റ് ചെയ്ത ബ്രെഡ് യൂസ് ചെയ്താൽ അടിപൊളിയായിരിക്കും.